നമസ്കാരം, ഞാൻ കല. ഗണിതരസാന്ദ്രത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിലായി ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കാണുന്നതും അതുപോലെ തന്നെ എണ്ണാം പദം തന്നു കഴിഞ്ഞാൽ ശ്രേണി എഴുതുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? 5, 8, 11, 14, 17, 20, etc. 5, 8, 11, 14, 17, 20, etc. എന്നൊരു സമാന്തര ശ്രേണി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര പദങ്ങളാണ് ഇവിടെയുള്ളത്? എത്ര പദങ്ങളാണ്? 1, 2, 3, 4, 5, 6 പദങ്ങളാണ്. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് പദങ്ങളുടെ തുകയും അതുപോലെ തന്നെ ആ പദങ്ങളുടെ സ്ഥാനങ്ങളുടെ തുകയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് what is the relation between the sum of the terms in the sequence and the position of the sum of the position of the term in the sequence. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ 5 എടുത്തു. ഈ ഒരു 6 സംഖ്യകൾ ഞാൻ എഴുതിയതിൽ, 6 ടേംസ് എഴുതിയതിൽ 5 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പദമാണ്, ഫസ്റ്റ് ടേം ആണ്. 8 എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ടേം ആണ്. തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത് ടേം, സിക്സ്ത് ടേം. ഇതിൽ അതായത് ഇവിടെ ഞാൻ 6 എന്ന് പറഞ്ഞ നമ്പർ എന്ന് വെച്ചാൽ ഈവൺ നമ്പർ ആണല്ലോ. 6 എന്ന് പറഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യയല്ലേ. ഇങ്ങനെയുള്ള ഇരട്ട സംഖ്യ എണ്ണമായി വരുന്ന പദങ്ങളിൽ 6, 10, 20 അങ്ങനെ ഏതെങ്കിലും ഇരട്ട സംഖ്യ എണ്ണമായി വരുന്ന പദങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രേണി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പദങ്ങളുടെ സ്ഥാനങ്ങൾ, ഇവിടെ ഇപ്പൊ ഒന്നാമത്തെ സ്ഥാനത്തിന് 5 ആണ്, 6ാമത്തെ സ്ഥാനത്ത് 20 ആണ്. ആ പദങ്ങൾ ഞാൻ കൂട്ടുന്നു. ഇപ്പൊ ഒന്നാമത്തെ സ്ഥാനം ഇവിടെ ഞാൻ എഴുതുന്നത് പൊസിഷനാണ്. സം ഓഫ് ദ പൊസിഷൻ ആണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ എഴുതുന്നത് സം ഓഫ് ദ പൊസിഷൻ. സം ഓഫ് ദ പൊസിഷൻ ആണ്. സം ഓഫ് പൊസിഷൻ. സം ഓഫ് പൊസിഷൻ ഞാൻ ഇവിടെ എഴുതുന്നു. സം ഓഫ് പൊസിഷൻസ് ഇവിടെ ഏതാണ്? 5ഉം 20ഉം കൂട്ടുമ്പോൾ ഒന്നാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ഇത് എത്രാമത്തെ? 6ാമത്തെ അല്ലെ. 1ഉം 6ഉം കൂട്ടിയാൽ സ്ഥാനം സം ഓഫ് പൊസിഷൻസ് എത്രയാണ്? 7 ആണ്. ഇനി 8ഉം 17ഉം ആണ് എനിക്ക് കൂട്ടണമെങ്കിൽ രണ്ടാമത്തെ പദവും ഇതെത്രയാണ്? 2ാം സ്ഥാനത്ത് നിന്നുള്ളതും ഇത് 5ാമത്തെ സ്ഥാനത്തുള്ളതുമാണ്. അപ്പൊ 2 + 5 = 7 ആണ്. അടുത്തത് ഇതാ 3ാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ എത്രാമത്തെ സ്ഥാനമാണ്? 4ാമത്തെ സ്ഥാനമാണ്. അപ്പൊ 3 + 4 = 7 ആണ്. അപ്പൊ സം ഓഫ് പൊസിഷൻസ് എത്രയാണ്? ഇതിന്റെ അതൊക്കെയും ഞാൻ പറഞ്ഞിരിക്കുന്ന 1ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ 7 ആണ്. 2ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ 7 ആണ്. 3ഉം 4ഉം എടുത്തു കഴിഞ്ഞാലും 7 ആണ്. സ്ഥാനങ്ങളുടെ തുക തുല്യമായി. ഇനി ആ സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ നമുക്ക് കൂട്ടി നോക്കാം. ആ സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഒന്നാമത്തെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 5 അല്ലേ. 5നോടെ എത്ര കൂട്ടുന്നു? 5 + 5ന്റെ കൂടെ കൂട്ടുന്നത് 20 ആണ്. അപ്പൊ 5 + 20 = 25. 5ഉം 20ഉം കൂട്ടിയാൽ എത്രയാണ്? 25 ആണ്. ഇനി 8ഉം 17ഉം കൂട്ടണം. 8 + 17 അതും എത്രയാണ്? 25 ആണ്. അടുത്തത് 11ഉം 14ഉം കൂട്ടണം. 11 + 14. 11 + 14 അതും എത്രയാണ്? 25 ആണ്. അപ്പൊ നമ്മളിവിടെ കണ്ട പ്രത്യേകത എന്താണ്? അതായത് സ്ഥാനസംഖ്യകളുടെ തുക തുല്യമാണെങ്കിൽ, ദ നമ്പർ ഓഫ് പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ആ പൊസിഷനിലുള്ള സംഖ്യകളുടെ തുകയും എന്തായിരിക്കും? പദങ്ങളുടെ തുകയും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇവിടെ 7ാമത്തെ പദങ്ങളുടെ സ്ഥാനങ്ങളുടെ തുക 7 ആണ്. അതേപോലെ അവയുടെ തുക, ആ സ്ഥാനങ്ങളിൽ വരുന്ന സംഖ്യകളുടെ തുക എത്രയാണ് കിട്ടുന്നത്? 25 ആണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഞാൻ ഇരട്ട സംഖ്യകളാണ് പദങ്ങളായി വരുന്നതെങ്കിലാണ്.
ഇനി അതായത് ഇരട്ട സംഖ്യകളാണ് പദങ്ങളുടെ എണ്ണമായി വരുന്നതെങ്കിൽ. ഇനി ഇവിടെ നോക്കിയേ 1, 2, 3, 4, 5 5 പദങ്ങളുള്ള ഒരു ശ്രേണി ഞാൻ എഴുതി. 5 പദങ്ങൾ ആദ്യത്തെ 5 പദങ്ങളാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ 5 പദങ്ങളിൽ 5 പദങ്ങൾ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ 5 പദങ്ങൾ 7 പദങ്ങൾ 9 പദങ്ങൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റ സംഖ്യയാണല്ലോ. ഒറ്റ സംഖ്യ ആവുന്ന സമയത്ത് അതിന് ഇടയിൽ ഒരാളായിട്ട് കിട്ടുമല്ലോ നമുക്ക്. അതിന്റെ ഒരു മധ്യപദമായിട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഇതിന്റെ മധ്യപദം എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? 3ാമത്തെ പദമല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് 5 സംഖ്യകൾ തന്നുകഴിഞ്ഞാൽ മധ്യപദം 3ാമത്തെ പദമായിരിക്കും. 7 സംഖ്യകളാണെങ്കിൽ മധ്യപദം 4ാമത്തെ സംഖ്യയായിരിക്കും. 4ാമത്തെ പദമായിരിക്കും മധ്യപദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒറ്റ സംഖ്യകളാണ് പദങ്ങളുടെ എണ്ണമായി വരുന്നതെങ്കിൽ അവിടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ, ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ, പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ മധ്യപദത്തെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് മധ്യപദം 15 അല്ലേ, 15നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? എത്രയാണ്? 1, 2, 3, 4, 5 ടേംസ് അല്ലേ ഉള്ളത്. അപ്പൊ 15 × 5 15 × 5 എത്ര കിട്ടും? 75 എന്ന് കിട്ടും ആൻസർ. അപ്പൊ ഈ പദങ്ങളൊക്കെ തന്നെയും കൂട്ടിക്കഴിഞ്ഞാൽ, ഈ 5 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 75. അത് നമ്മൾ ഈ ടേംസ് ആയിട്ട് അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിന്റെ മിഡ് ടേം കണ്ടുപിടിച്ചിട്ട് അതിനെ എത്രയാണ്, എത്ര നമ്പേഴ്സ് ആണോ ഓഡ് നമ്പർ ആയിട്ട് വരുന്നത് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ അകത്തുള്ള എത്ര പദങ്ങളാണോ തന്നിരിക്കുന്നത് അതിന്റെ സമ്മ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ 7 ടേംസ് ഉണ്ടെങ്കിൽ if the midterm is 30 and 7 terms are there, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 30 × 7 210 എന്ന് കിട്ടും. അതായിരിക്കും ആ പദങ്ങളുടെ ഒക്കെ തന്നെ ആ 7 പദങ്ങളുടെയും തുക എന്ന് പറയുന്നത് 210 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ സമ്മ് തന്നിട്ട് പദങ്ങളുടെ എണ്ണവും അറിയാമെങ്കിൽ, നമ്പർ ഓഫ് ടേംസും അറിയാം, സം ഓഫ് ടേംസും അറിയാമെങ്കിൽ മിഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അവിടെ മിഡ് ടേം കിട്ടും. ഫോർ എക്സാമ്പിൾ അതിന്റെ സം ഓഫ് ടേംസ് നിങ്ങൾക്ക് 350 ആണെന്ന് തന്നു. സം ഓഫ് ടേംസ് 350 ആണ്. ഇനി അതിനകത്ത് 7 പദങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. 7 ടേംസ് ആർ ദർ അല്ലെ. അതിനകത്ത് 7 പദങ്ങൾ. the sum of the first 7 terms of an arithmetic sequence is 350. അങ്ങനെയാണ് നിങ്ങൾക്ക് തന്നത് വിചാരിച്ചോ. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 350 ആണ്. Then find the midterm. അതിന്റെ മിഡ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7 അല്ലേ. അപ്പൊ ഈ സമ്മിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോഴെത്ര കിട്ടും? നമുക്കിവിടെ 50 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ മിഡ് ടേം എത്രയാണെന്ന് പറയാം? 50 ആണെന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പൊ മിഡ് ടേം തന്നു കഴിഞ്ഞാൽ മിഡ് ടേമും നമ്പർ ഓഫ് ടേംസും അറിയാമെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാം. അതായത് മധ്യപദവും പദങ്ങളുടെ എണ്ണവും അറിയാമെങ്കിൽ തുക കണ്ടുപിടിക്കാം. തുകയും മധ്യപദവും അറിയാമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. ഇനി തുകയും നമ്പർ ഓഫ് ടേംസും അറിയാമെങ്കിൽ മധ്യപദം കണ്ടുപിടിക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും 2 തന്നു കഴിഞ്ഞാൽ 3ാമത്തേത് കാണാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 arithmetic sequences with 30 as the sum of the first 5 terms. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 3 സമാന്തര ശ്രേണികൾ എഴുതാനാണ്. എന്താണ് കണ്ടീഷൻ? വിത്ത് 30 as the sum of the first 5 terms. അതിൽ 5 പദങ്ങൾ ഉണ്ടായിരിക്കണം. ആ 5 പദങ്ങളുടെ തുക എത്രയായിരിക്കണം? 30 ആയിരിക്കണം. അപ്പോ എന്താണ്? റൈറ്റ് 3 arithmetic sequences with 30 as the sum of the first 5 terms. നിങ്ങൾ എഴുതുന്ന സമാന്തര ശ്രേണിയിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആയി വരുന്ന ഒരു സമാന്തര ശ്രേണി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ 5 പദങ്ങളാണെന്ന് പറഞ്ഞു. 5 ടേംസ് എന്ന് പറഞ്ഞു. 5 ടേംസ് മീൻസ് വാട്ട്? ദാറ്റ് ഇസ് ആൻ ഓഡ് നമ്പർ. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എന്താണെന്ന് പറഞ്ഞു? ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് തന്നാൽ മിഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു? സമ്മിനെ, ആ തുകയെ എത്ര പദങ്ങളുണ്ടോ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ 30യെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? മിഡ് ടേം കണ്ടുപിടിക്കാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോഴ് ഇവിടെ മിഡ് ടേം എത്രയായിരിക്കും? ഇതിന്റെ മധ്യപദം എത്രയായിരിക്കും? ഇതിന്റെ മിഡ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? 30 ഡിവൈഡഡ് ബൈ
5 ആയിരിക്കും, അതായത് 6 ആയിരിക്കും. അപ്പോൾ 5 പദങ്ങൾ വേണം അല്ലെ, 5 ടേംസ് വേണം നമുക്ക്. പക്ഷെ അതിന്റെ മധ്യപദം എത്രയായിരിക്കണം? കണ്ടീഷൻ എന്താണ്? അതിന്റെ മിഡ് ടേം 6 ആയിരിക്കണം. അപ്പൊ ആ 5 ടേംസില് ഞാൻ 5 ടേംസ് എനിക്ക് എഴുതണം. അതിന്റെ മിഡ് ടേം എത്രയാണെന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള എത്ര സീരീസ് എഴുതണം? 3 സീരീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നമ്പർ ഇവിടെ ഇത് 6, ഈ നമ്പേഴ്സ് നമുക്ക് ഫില്ല് ചെയ്യണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോമൺ ഡിഫറൻസ് എടുക്കുക. ഏതെങ്കിലും ഒരു കോമൺ ഡിഫറൻസ്, ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന കോമൺ ഡിഫറൻസ് ഇപ്പൊ 2 ആണെന്ന് ഇരിക്കാം. 2 ആണെങ്കിൽ ഇതിന്റെ ഈ സൈഡ് കണ്ടുപിടിക്കാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് 2 മൈനസ് ചെയ്യാം. അതിൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ട് ഫസ്റ്റ് ടേം എഴുതുക. അപ്പൊ 6ൽ നിന്ന് 2 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 4 കിട്ടും. 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 2 കിട്ടും. 6നോട് 2 ആഡ് ചെയ്തിട്ട് 8 എന്ന് എഴുതുക. 8നോട് 2 ആഡ് ചെയ്തിട്ട് എത്ര എന്ന് എഴുതുക? 10 എന്ന് എഴുതുക. അപ്പൊ നമുക്ക് സീരീസ് കിട്ടിയതാണ് 2, 4, 6, 8, 10, എക്സെട്ര എന്നതാണ് സീരീസ്. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീരീസ് നമുക്ക് കിട്ടി. ഇനി വേറൊന്നും കൂടി 3 എണ്ണം എഴുതാൻ പറഞ്ഞു. അടുത്ത നമുക്ക് എഴുതാം 6 എന്നുള്ളത് കൊടുത്തു. ഇനി ഞാൻ 3 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചോ. 3 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ 6ൽ നിന്നും 3 കുറച്ച് ഇവിടെ എഴുതുക. അപ്പൊ എത്ര കിട്ടി? 3 കിട്ടി. 3ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0 കിട്ടും. 6നോട് 3 ആഡ് ചെയ്യാം, 9. 9നോട് 3 ആഡ് ചെയ്തു, 12 എന്ന് കിട്ടി. ആണല്ലോ. ഇനി ഒരു സീരീസും കൂടി എഴുതാൻ പറഞ്ഞു. അവിടെ ഞാൻ 6 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന്റെ മിഡ് ടേം ആണ്. ഞാൻ 4 ആണ് അല്ലെങ്കിൽ 5 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നതായിരിക്കാം. 5 ആണ് കോമൺ ഡിഫറൻസ് എങ്കിൽ 6 നിന്ന് 5 മൈനസ് ചെയ്യാം. 6 നിന്ന് 5 മൈനസ് എത്രയാണ്? 6 മൈനസ് 5 1 ആണ്. 1 മൈനസ് 5 എത്രയാണ്? 1ൽ നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ 5ൽ നിന്നും 1 മൈനസ് ചെയ്യുക, നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? -4. 6നോട് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ളത് കിട്ടും. ഇപ്പൊ 6 പ്ലസ് 5 എത്രയാണ്? 11. 11 പ്ലസ് 5 എത്രയാണ്? 16. അപ്പോ നമുക്കിവിടെ സീരീസ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് സം ഓഫ് ടേംസ് തന്നിട്ട് നിങ്ങളുടെ എത്ര നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് അതിനകത്ത് ഉള്ളതെങ്കിൽ മിഡ് ടേം കണ്ടുപിടിക്കുക. മിഡ് ടേം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് കൊടുക്കുക. കോമൺ ഡിഫറൻസ് കുറച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും കൂട്ടിയിട്ട് റൈറ്റ് സൈഡിലേക്കും എഴുതുക. ഇതാണ് ഇതിന്റെ മെത്തേഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms. What is the question? The first term of an arithmetic sequence is 1. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 1 ആണ്. And the sum of the first 4 terms is 100. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണ്, 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് 4 ടേംസ്. ആദ്യത്തെ 4 പദങ്ങൾ ഏവാന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ തന്നിരിക്കുന്ന എന്താണ്? 4 പദങ്ങൾ ഉള്ളതിൽ ഒന്നാം പദം 1 ആണ്, ഫസ്റ്റ് ടേം 1 ആണ്. ആദ്യത്തെ 4 പദങ്ങൾ കൂട്ടിയാൽ 100 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ആദ്യത്തെ 4 പദങ്ങൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോഴ് നമുക്ക് അറിയാവുന്നത് എന്താണ്? ഒന്നാമത്തെ പദം 1 ആണെന്ന് അറിയാം. ഈ പദം അറിയില്ല, ഇതറിയില്ല, ഇതും അറിയില്ല. പക്ഷെ എന്തറിയാം? ഇതും കൂട്ടിയാൽ എത്രയാണ്? 100 ആണെന്ന് അറിയാം. ഫസ്റ്റ് ടേമും എല്ലാ പദങ്ങളും കൂട്ടിയാൽ എത്രയാണ്? 100 ആണെന്ന് അറിയാം. അപ്പോഴേ ഇവിടെ ഒന്നാമത്തെ സ്ഥാനത്തെയും 4 സംഖ്യകൾ ഇരട്ട സംഖ്യ ആണല്ലോ. അപ്പോ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? നമ്പർ ഓഫ് പൊസിഷൻസിന്റെ സം, സ്ഥാനസംഖ്യകളുടെ തുകയും ആ സ്ഥാനത്തുള്ള സംഖ്യകളുടെ തുകയും എന്തായിരിക്കും? സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ സ്ഥാനസംഖ്യകളുടെ തുക, അതായത് 1ഉം 4ഉം സ്ഥാനസംഖ്യ എത്രയാണ്? 5 അല്ലേ? ആ സ്ഥാനങ്ങളിലുള്ള പദങ്ങളുടെ തുക 2ന്റെയും 3ന്റെയും സ്ഥാനസംഖ്യയുടെ തുക എത്രയാണ്? 2, 3, 5 അല്ലേ? ആ സ്ഥാനത്തുള്ള പദങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ദാറ്റ് മീൻസ് ഒന്നാമത്തെ സ്ഥാനത്തെയും 4ാമത്തെ സ്ഥാനത്തെയും പദങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന തുക, സം ഓഫ് ദ ടേംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിലെയും തേർഡ് പൊസിഷനിലെയും പദങ്ങൾ കൂട്ടിയാലും അതേ ആൻസർ വരും. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇവിടെ 4 പദങ്ങളും കൂട്ടിയാൽ 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് നേരെ പകുതി. ഇവിടെ എത്ര പേഴ്സ് ആക്കാം? ഇതും കൂടി ഒരു പെയർ, ഇതും കൂടി ഒരു പെയർ, 2 പേഴ്സ് ആണുള്ളത്.
ആ രണ്ട് പെയേഴ്സിന്റെയും സം എത്രയാണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെയറിന്റെ സം എത്രയായിരിക്കും? 50 ആയിരിക്കില്ലേ? 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 6 സംഖ്യകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര പെയേഴ്സ് ആക്കാം? 3 പെയേഴ്സ് ആക്കാം. 6 സംഖ്യകൾ ഉണ്ടെങ്കിൽ 3 പെയേഴ്സ് ആക്കാം. 3 പെയറിന്റെയും ഓരോ പെയറിന്റെയും എത്രയാണ് തുക? എത്രയായിരിക്കും? തുക ഈക്വൽ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈ ഒരു പെയറിന്റെ സം എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇതെത്രയായിരിക്കും? 49 ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 49, 49 ആയിരിക്കും അല്ലെ? എത്രയാണ്? 1 + 49 എത്രയാണ്? 50 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 50 കിട്ടണം. ഇനി ഈ രണ്ട് സംഖ്യകൾ എത്രയാണെന്ന് അറിയാൻ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ഒന്നും അറിയില്ലല്ലോ. കോമൺ ഡിഫറൻസ് അറിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടേമും അറിയാം, ഫോർത്ത് ടേമും അറിയാം. അപ്പൊ ഫസ്റ്റ് ടേമിനോട് 3D ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടില്ലേ? അപ്പോഴെന്ത് ചെയ്യാം? നമുക്കിവിടെ 1 + 3D = 49 എന്ന് കൊടുക്കാം. 3D = എത്ര കൊടുക്കാം? 49 - 1 48 എന്ന് വരും. D = എത്ര കിട്ടും? D = 48 / 3 = 16 എന്ന് വരും. ഇപ്പൊ D എത്രയാണ്? 16 ആണ്. അങ്ങനെയാണെങ്കിൽ 1 + 16 എത്രയാണ് കിട്ടുക? 17. 17 + 16 എത്രയാണ് കിട്ടുന്നത്? 33. 33 + 16 എത്ര കിട്ടി? 49. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 4 ടേംസ് ഏതൊക്കെയാണ്? 1, 17, 33, 49. ഇതാണ് ഫസ്റ്റ് 4 ടേംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് for any 4 consecutive terms of an arithmetic sequence, the sum of the two terms on the ends and the sum of the two terms in the middle are the same. അതായത് എന്താണ് ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം? Prove that for any 4 consecutive terms of an arithmetic sequence, the sum of the two terms on the two ends and the sum of the two terms in the middle are the same. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 4 പദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുക രണ്ടാമത്തെയും, അതായത് മിഡ് ടേം എന്ന് അതിന്റെ നടുക്കുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയിരിക്കല്ലോ. അപ്പൊ ആ രണ്ടാമത്തെയും അതിന്റെ ഇടയിലുള്ള 2 പദങ്ങളുടെയും തുകയ്ക്ക് തുല്യമാണെന്ന് തെളിയിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോഴ് അതായത് ആദ്യത്തെയും അവസാനത്തെയും 2 അറ്റങ്ങളിലുള്ള പദങ്ങളുടെ തുക ഇടയിലുള്ള 2 പദങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് തെളിയിക്കണം. അതായത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നാമത്തെ സംഖ്യ ഞാനിപ്പം x ആണ്, ഒരു പദം x ആണെങ്കിൽ അതിന്റെ കൂടെ d കൂട്ടിയാലല്ലേ നമുക്ക് സെക്കൻഡ് ടേം കിട്ടുന്നത്. ഇപ്പൊ തെളിയിക്കുക എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എപ്പോഴും വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത്, ഒരു സംഖ്യ അല്ല കൊടുക്കുന്നത് അവിടെ. അപ്പൊ ഒന്ന് x ആണെങ്കിൽ അടുത്ത എത്രയായിരിക്കും? x + d ആണ്. അടുത്ത എത്രയായിരിക്കും? x + 2d ആയിരിക്കുമല്ലോ. x + 2d. അടുത്ത എത്രയായിരിക്കും? x + 3d. ഇപ്പൊ 4 പദങ്ങൾ നമ്മൾ എഴുതി ഇവിടെ. x, x + d, x + 2d, x + 3d. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ. എന്നിട്ട് ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ രണ്ട് n പാർട്സിലുള്ള പദങ്ങളുടെ തുക ഏതൊക്കെയാണ്? n പാർട്സിലുള്ളത് ഏതൊക്കെ? x ഉം x + 3d അല്ലേ? അപ്പൊ x + 3d നമ്മൾ കണ്ടു. അതിന്റെ ആൻസർ എത്ര കിട്ടും? x + x + 3d എത്രയാണ്? x ഉം എത്രയാണ്? 2x അല്ലേ? അതിന്റെ ആൻസർ കിട്ടുന്നത് എത്രയാണ്? 2x + 3d എന്ന് കിട്ടി. ഇനി നമുക്ക് മിഡ് പാർട്ടിലുള്ള രണ്ടെണ്ണത്തിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അത് എത്രയാന്ന് നോക്കാം. എത്രയാണ്? x + d + x + 2d. അതിന്റെ ആൻസർ എത്രയാ വന്നത്? x ഉം x ആഡ് ചെയ്താൽ എത്രയാണ്? 2x അല്ലേ? ഇപ്പൊ 2x + d + 2d എത്രയാണ്? 3d. അപ്പൊ അതിന്റെ ആൻസറും നമുക്ക് എത്ര കിട്ടിയത്? 2x + 3d. ഇപ്പൊ what we have got here എത്രയാണ്? എന്താ അവിടെ കിട്ടിയത് നമുക്ക്? ഇതാ 2 എൻസിലുള്ള 2 അറ്റങ്ങളിലുള്ള പദങ്ങളുടെ തുകയും ഇടയിലുള്ള 2 പദങ്ങളുടെ തുകയും തുല്യമാണെന്ന് കിട്ടി. അതായത് 2x + 3d എന്ന് കിട്ടി. നമ്മളിവിടെ we have proved it അല്ലെ? നമ്മളത് പ്രൂവ് ചെയ്തു. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് സം ഓഫ് n കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. അതായത് തുടർച്ചയായ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല. തുടർച്ചയായ n പദങ്ങളുടെ തുക, അതായത് n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഞാനിപ്പോ ഒരു 8 എണ്ണൽ സംഖ്യകൾ, ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകൾ എടുത്തെന്ന് വിചാരിക്കാം.
8 എണ്ണൽ സംഖ്യകൾ എടുത്തു. 1, 2, 3, 4, 5, 6, 7, 8. അതിന്റെ സം ആണ് ഞാൻ കാണുന്നതെങ്കിൽ 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7, 8. ഇത്രയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് ഞാൻ കണ്ടുപിടിക്കുന്നതായിരിക്കാം. ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ നമുക്ക് സാധാരണഗതിയിൽ നമ്മളിപ്പോ ആഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുന്നത് നോക്കാം. 1 plus 2 3, 3 plus 3 6, 6 plus 4 10, 10 plus 5 15, plus 6 21, 21 plus 7 28, plus 8 36. ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ഇത് നമുക്ക് ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് എന്താണ് നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഇതുപോലെ കുറെ നമ്പേഴ്സ് ഇപ്പൊ 1 മുതൽ 80 വരെയുള്ള സംഖ്യകളുടെ തുടർച്ചയായ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 1 മുതൽ 80 വരെ നമുക്ക് എണ്ണി കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് തുക കണ്ടുപിടിക്കാൻ, സമ്മ് കണ്ടുപിടിക്കാൻ. ഇതിനൊരു ഫോർമുല ഉണ്ടാക്കാം. അപ്പൊ ഈ ഫോർമുലയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഒരേ സ്ഥാനങ്ങളുടെ, അതായത് സ്ഥാനങ്ങളുടെ തുക തുല്യമായി വരുന്ന നമ്മൾക്ക് പെയേഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അവയിലെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 1ഉം 8ഉം എടുത്തു. 1ാമത്തെയും 8ാമത്തെയും, അതായത് 1ാമത്തെ സ്ഥാനത്തുള്ളയും 8ാമത്തെ സ്ഥാനത്തുള്ളയും അതിന്റെ തുക കണ്ടുപിടിച്ച് നമുക്കിവിടെ 1 മുതൽ ആയതുകൊണ്ട് തന്നെ 1 plus 8 തന്നെയാണ് വരുന്നത്. അപ്പൊ 1 plus 8 എത്ര കിട്ടും? 9 എന്ന് കിട്ടും. എത്ര പെയേഴ്സ് ആക്കാം? 8 നമ്പേഴ്സ് അല്ലേ ഒട്ടാക്കിയുള്ളത്. അപ്പൊ എത്ര പെയേഴ്സ് ആക്കാം? 4 പെയേഴ്സ് ആക്കാം. അപ്പൊ ഇവിടെ 2നെയും 7നെയും ഞാനൊരു പെയറാക്കി, 3നെയും 6നെയും പെയറാക്കി, 4നെയും 5നെയും പെയറാക്കി. അപ്പൊ ഇവിടെ എത്ര പെയേഴ്സ് കിട്ടി? നമുക്ക് 4 പെയേഴ്സ് കിട്ടി. ഈ 4 പെയേഴ്സിന്റെയും സമ്മ ഈക്വൽ ആയിരിക്കുമല്ലോ. അത് എത്രയാണ്? 4 പെയേഴ്സിന്റെയും സമ്മ എത്രയാണ്? 1 plus 8 9 അല്ലേ. അപ്പൊ 4 പെയേഴ്സിന്റെയും സമ്മ 9 ആണ്. ഓരോന്നിന്റെയും 9 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടും? നമുക്കിവിടെ 4 into 9 എന്ന് കിട്ടില്ലേ. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടും? നമുക്ക് 4 into 9 is equal to 36. നമുക്ക് നേരത്തെ കിട്ടിയ അതേ സംഖ്യയിലല്ലേ വന്നത്. ഇതേപോലെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ 1 plus 2 plus 3 plus etc. ഇങ്ങനെ പോയി ഇവിടെ ഞാൻ 98 plus 99 plus 100 ഇങ്ങനെയുള്ള 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ 8 നമ്പേഴ്സ് ആകുന്ന സമയത്ത് പേറാക്കിയില്ലേ, അതേപോലെ നമുക്കിവിടെ ജോഡികളാക്കാം. 100 എണ്ണമാണെങ്കിൽ അതിന് ജോഡികളാക്കുമ്പോൾ നമുക്ക് എത്ര പെയേഴ്സ് കിട്ടും? എത്ര ജോഡികളാണ് കിട്ടുന്നത്? 50 ജോഡികളല്ലേ കിട്ടുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏതിനൊക്കെയാണ് നമ്മൾ പെയേഴ്സ് ആക്കുന്നത്? 1നെയും 100നെയും എടുക്കാം. 1 plus 100, 2 plus 99, 3 plus 98, അതുപോലെ 4 plus 97 അല്ലെ, 5 plus 96 അങ്ങനെയൊക്കെ വരും. അങ്ങനെ എത്ര പെയേഴ്സ് ഉണ്ടാവും? 50 പെയേഴ്സ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ ഒരു പെയറിന്റെ സമ്മ എത്രയാണെന്ന് നോക്കാം. അതായിരിക്കില്ല 50 പെയേഴ്സിന്റെ സമ്മ തന്നെയായിരിക്കില്ലേ. അപ്പോൾ എത്രയാണ്? 100 plus 1 എത്രയാണ്? 101 വരും. അങ്ങനെയുള്ള എത്ര പെയേഴ്സ് ഉണ്ടാവും? 50 പെയേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ ചെയ്യാം. എന്താണ് കിട്ടുന്നതിന്റെ ആൻസർ എത്രയായിരിക്കും? 50 into എത്രയായിരിക്കും? 101. 50 into 101 ആയിരിക്കും ഇതിന്റെ സം എന്ന് പറയുന്നത്. അപ്പൊ 50 into 101 എത്രയായിരിക്കും? 101 into 5 എത്രയാണ്? 505 അല്ലേ. അപ്പൊ 505 പിന്നെ എത്രയാണ്? ഇവിടെ ഒരു 0 ആണല്ലോ. 0 എന്ന് പറഞ്ഞാൽ into 10 അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് അവസാനം ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയായിട്ട് മാറി? 5050 ആയിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക നമ്മൾ എളുപ്പം കണ്ടുപിടിച്ചില്ലേ. ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്തത്? 100 സംഖ്യകളാണെങ്കിൽ എത്ര പെയേഴ്സ്? 50 പെയേഴ്സ്. എത്രയാണ്? 50. നമുക്കിവിടെ കിട്ടിയില്ലേ. 100ന്റെ പകുതി എടുത്തു 50. അപ്പോഴേ ഇവിടെ എത്രയാണ്? അതിന്റെ സമ്മ് ആദ്യത്തെയും 1 മുതൽ 100 വരെയല്ലേ, 1 മുതൽ 100 വരെയല്ലേ. അപ്പൊ 100 plus 1 എത്രയാണ്? 101. മനസ്സിലായില്ലേ. അപ്പോഴ് അങ്ങനെയാണെങ്കിൽ 1 മുതൽ 200 വരെയാണെങ്കിൽ എത്ര പെയേഴ്സ് വരും? 100 പെയേഴ്സ് വരും. 200ന്റെ പകുതി 100 പെയേഴ്സ്. 100 പെയേഴ്സിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 200 വരെയല്ലേ പറഞ്ഞ. 200 plus 1 എത്രയാണ്? 201. അപ്പൊ 100 into 201 എന്ന് വരും. 300 പെയേഴ്സ് ആണെങ്കിലോ, 300 സംഖ്യകളാണെങ്കിലോ, 300 ആണെങ്കിൽ 150. അപ്പൊ 150 into 301 എന്ന് വരും. ആ രീതിയിൽ നമുക്ക് n വരെയാണെങ്കിൽ നമുക്ക് ഫോർമുല കണ്ടുപിടിക്കണ്ടേ. അപ്പൊ n വരെയുള്ള ഫോർമുല നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമുക്ക് n വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല നോക്കാം.
എന്താണ് നമുക്കിവിടെ എഴുതാം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ നമുക്ക് n-1 ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? n വരും അല്ലെ. നമുക്ക് 100 ആണെങ്കിൽ തൊട്ട് മുന്നേ 99 അല്ലേ വന്നത്. അതിനാണ് n ആണെങ്കിൽ തൊട്ട് മുന്നേ വരുന്നത് എത്രയായിരിക്കും? n-1 ആയിരിക്കും. ഇവിടെ നമുക്ക് പെയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മറ്റേ ഈ രീതിയിൽ തന്നെ നമ്മൾ ജോഡികളാക്കുമ്പോൾ ഒന്നിനോട് എത്ര ആഡ് ചെയ്യണം? n ആഡ് ചെയ്യണം. രണ്ടിനോട് ആഡ് ചെയ്യണം, n-1 ആഡ് ചെയ്യണം. അവിടെ നമുക്ക് കൂട്ടി നോക്കി എത്രയാണ് കിട്ടും? അപ്പൊ ഇവിടെ n നമ്പേഴ്സ് ആകുമ്പോൾ എത്ര പെയേഴ്സ് ഉണ്ടാവും? 100 നമ്പേഴ്സ് ആവുന്ന സമയത്ത് 50 പെയേഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ n നമ്പേഴ്സ് ആവുന്ന സമയത്ത് എത്ര പെയേഴ്സ് ഉണ്ടാകും? n/2 പെയേഴ്സ് ഉണ്ടാകും. n നമ്പേഴ്സ് ആകുമ്പോൾ n/2 പെയേഴ്സ് ഉണ്ടാകും. ഇനി എത്രയായിരിക്കും ഇതിന്റെ സമ്മ്? നമുക്ക് ഇവിടെ 101 എന്ന് കിട്ടിയ പോലെ ഇവിടെ സമ്മ് എത്രയായിരിക്കും? n+1. അത് തന്നെയാണല്ലോ ഇതും ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. n-1+2 എത്രയാണ്? n-1+2. അതും എത്ര തന്നെ കിട്ടും? n+1. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഫോർമുല എഴുതാം. എന്താണ് ഫോർമുല വരുന്നത്? ഇതിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? Sn. എന്താണ് ഇതിന്റെ സം? n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. Sn = നമുക്ക് എന്ത് പറയാം? n/2 into n+1 ആണ്. n/2 into n+1. അപ്പൊ നമ്മൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. Sn n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണേണ്ട ഫോർമുല n/2 into n+1 ആണ്. ഇനി നമുക്ക് സം ഓഫ് ദി n കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അതായത് തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ തുക മനസ്സിലായില്ലേ? ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ തുടങ്ങുന്നത് 2 നിന്നാണല്ലോ. അപ്പൊ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 2n വരെ. അതായത് n ഒരു ഇരട്ട സംഖ്യ എന്ന് പറയും. ഈവൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും 2ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് n നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2n വരെ എടുത്തു. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ ചെയ്യാൻ നമ്മൾ ഏതൊരു ഈവൺ നമ്പർ എടുത്തു കഴിഞ്ഞാലും 2 ഈസ് ദ കോമൺ ഫാക്ടർ അല്ലെ. അതിനകത്ത് 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതുഘടകമാണ്. അതിന് നമുക്ക് ഇവിടെ നമുക്ക് എന്താണ്? അതിനെ ആ ഘടകമായതിനെ നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 into 1 plus 2 plus അല്ലെ. ഈ 2 എന്ന് പറയുന്ന ഘടകം ഫാക്ടർ പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്താണ്? 2 into 1 അല്ലെ 2. 4ൽ നിന്നും 2 എന്ന ഫാക്ടർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 2. അപ്പൊ 2 into 2 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ഇവിടെ എന്താണ്? 6ന് 2 എന്ന് പറഞ്ഞ ഘടകം പുറത്തേക്ക് എടുത്താൽ ഫാക്ടർ പുറത്തേക്ക് എടുത്താൽ ഇവിടെ വരുന്ന എത്രയായിരിക്കും? 3 ആയിരിക്കും. അതുപോലെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന ഘടകം പുറത്തേക്ക് എടുത്താൽ ഇവിടെ എത്ര കിട്ടും? നമുക്ക് n എന്ന് കിട്ടും. അപ്പൊ ഇവിടെ വീണ്ടും ഏത് ഫോമിലായി? 1 plus 2 plus 3 plus etc plus n ഫോമിലേക്ക് വന്നില്ലേ? എന്തായിരുന്നു 1 മുതൽ n വരെയുള്ള പദങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോമിൽ n/2 into n+1 അല്ലേ? അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 ഏതായാലും കോമൺ ആയിട്ട് പുറത്തേക്ക് ഉണ്ട്. 2 ഇവിടെ ഉണ്ട്. 2 into എന്ത് കിട്ടും? 2 into 1 മുതൽ n വരെയുള്ള പദങ്ങളുടെ തുക n/2 into n+1 ആണ്. അപ്പൊ 2 into n/2 into n+1. ഇവിടെ 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോലെ. ഇപ്പൊ 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? നമുക്കിവിടെ n into n+1. അപ്പൊ തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? n into n+1 ആണ്. അതായത് സം ഓഫ് ദി ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എന്താണ്? n into n+1. സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ കോൺസിക്യൂട്ടീവ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല n/2 into n+1. ഇവിടെ ഒരു ഫോർമുലയും കൂടി നിങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. സം ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്താണ്? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണെന്ന് വെച്ചാൽ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണെന്ന് അറിയോ? n² ആണ്. n². തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല n² ആണ്. സം ഓഫ് ദ ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് n². അതായത് നിങ്ങളോട് ചോദിക്കുന്നു ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 30 ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ 1, 3, 5, 7, 9 എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള 30 ഒറ്റ സംഖ്യകൾ എടുത്ത് ഞാൻ അതിന്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 30² കണ്ടാൽ മതി.
30 സ്ക്വയർ കണ്ടാൽ മതി. ഒരു എക്സാമ്പിൾ വേണേ നമുക്ക് എഴുതി നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതാം. ആദ്യത്തെ ഞാൻ പറയുന്നു, ആദ്യത്തെ 7 ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് ചോദിക്കുന്നു. ആദ്യത്തെ 7 ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് ഇവിടെ 1 2 3 4 5 ആയിട്ടുള്ളൂ. 9 പ്ലസ് 11 പ്ലസ് 13. ഇവിടെ ഇപ്പം എത്ര നമ്പേഴ്സ് ആയി? 7 ഓഡ് നമ്പേഴ്സ് ആയില്ലേ? 1 2 3 4 5 6 7. ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സ് ആയി. ഇതിന്റെ സമ്മ നമുക്ക് കണ്ടു നോക്കാം. 1 പ്ലസ് 3 4 അല്ലെ? 4 പ്ലസ് 5 9 9 പ്ലസ് 7 16 16 പ്ലസ് 9 25 25 പ്ലസ് 1 26 പ്ലസ് 10 36 36 പ്ലസ് 3 39 പ്ലസ് 3 10 എത്ര കിട്ടി? 49. അപ്പൊ ഇതിന്റെ സം എത്രയാണ് നമുക്ക് കിട്ടിയത്? 49 എന്ന് കിട്ടി. ഈ 49ഉം നമ്മളെടുത്ത 7 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? വാട്ട് ഇസ് ദ റിലേഷൻ? 7 സ്ക്വയർ അല്ലേ 49. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയായിരിക്കും? 5 സ്ക്വയർ 25 ആയിരിക്കും. 5 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? ഇവിടെ ഞാൻ 13ന്റെ കൂടെ ഞാൻ 15ഉം എഴുതി, അതിന്റെ കൂടെ 17ഉം എഴുതി കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 81 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 9 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എത്രയായിരിക്കും? 9 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്തായിരിക്കും? സം ഓഫ് ദ ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ ഫോർമുല എന്താണ്? n സ്ക്വയർ ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല n സ്ക്വയർ ആണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.